നമ്മൾ നീന്താൻ അറിയാത്തൊരു വ്യക്തി വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്നുള്ള ശരിക്കൊരു വീഡിയോ ആണ് നിങ്ങൾ മേലെ കാണുന്നത്. ഇതെന്ത് ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് കൈയും കാലിട്ട് അടിച്ച് കഴിഞ്ഞാൽ താന്നു പോകുള്ളൂ. പക്ഷെ നീന്താൻ അറിയുന്നൊരു വ്യക്തി, ചെറിയ ടാക്ടിസ് കാരനുള്ള ഒരു വ്യക്തി, കൈ ഇങ്ങനെ കെട്ടി നിന്നാലും കറക്റ്റായിട്ട് വെള്ളത്തിന് മേലെ പൊന്തി കിടക്കുന്നുണ്ട്. ശരിയല്ല, ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ താഴ്ത്തിട്ടുണ്ട്, അതും കൂടെ നോക്കിക്കോളൂ. പിന്നെ രണ്ടാമത് നമ്മൾ നീന്തൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കൈയും കാലിട്ട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഫ്രണ്ടിക്ക് ബാക്കിക്ക് പോകാനാണ് മെയിനായിട്ട് നീന്തുക. നമ്മൾ മനസ്സിലായോ? അതായത് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ നീന്തി കഴിഞ്ഞാൽ തളർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഓരോ അടവുകൾ പഠിച്ചിരിക്കണം നല്ലതാണ്. ഇപ്പോൾ ഞാൻ കുറച്ചൊരു ലോങ് നീന്തി ഞാൻ തളർന്നു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ലങ്സിൽ എയർ ബാലൻസ് ചെയ്യാൻ കൂടെ പഠിക്കണം. അത് ബാക്ക് സ്ട്രോക്ക് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നടന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി പഠിക്കണം. അപ്പോൾ എല്ലാവരും നീന്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇതേപോലെ റെസ്റ്റുള്ള ഓരോ അടവുകൾ നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സിലായോ? കൈയും കാലും ഇളകാത്ത നമ്മൾ എങ്ങനെ വെള്ളത്തിന് മേലെ പൊങ്ങി കിടക്കുക, അങ്ങനെ ഒരുപാട് അടവുകൾ ഞാൻ താഴത്ത് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ കാണാം കേട്ടോ. അത് കണ്ടിട്ട് മതി കമൻറ്റ് ബോക്സിൽ വല്ല കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണണം കേട്ടോ. കാണില്ലേ?